السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد خير الأنام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് 27-ാം രാവ്, ഇന്ന് അസ്തമിക്കുന്നതിന് ശേഷമുള്ള രാത്രി. 27-ാം രാവാണ് പ്രവാസ ലോകത്ത് ഒമാൻ ഒഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളിൽ. നാളെ ഇൻഷാ അള്ളാഹ് നമ്മുടെ നാട്ടിലുമായി ലൈലത്തുൽ ഖദർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാവ് എന്ന നിലക്ക് മുസ്ലിം ലോകം ഈ രാവിനെ, 27-ാം രാവിനെ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് കാണുന്നത്. ഖണ്ഡിതമായി 27-ാം രാവിനാണ് എന്ന് പറഞ്ഞിട്ടുള്ള രേഖകളൊന്നും നമ്മുടെ മുമ്പിലില്ല. എന്നാലും അതിലേക്ക് സൂചന നൽകുന്ന പലതുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിസംബന്ധിയായി പറഞ്ഞ ഹദീസുകൾ നാം പരിശോധിക്കുമ്പോൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ, നിങ്ങൾ ഒരു ഒടുവിലെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക. വേറൊരു ഹദീസിൽ ഒടുവിലെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം. എന്തിനാണ് ഈ നിലക്കൊക്കെ പറയുന്നത്? അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ മടിയന്മാരായ നമ്മൾ എല്ലാ ഇബാദത്തുകളും അന്നേക്ക് മാത്രം മാറ്റിവെക്കും. അതിന് മുമ്പുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസങ്ങളൊന്നും നമ്മൾ കൂടുതൽ പരിഗണിക്കുകയില്ല. നേരെ മറിച്ച് ഇങ്ങനെ ലൈലത്തുൽ ഖദർ എന്നൊരു രാവുണ്ട്, അത് വളരെ മഹത്വമുള്ളതെന്ന് നമുക്കറിയാം. ആ രാവ് ഏത് നിലക്കും നമുക്ക് നേടിയെടുക്കണമെന്നുള്ള ആവേശത്തോടു കൂടി ഒടുവിലെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ കൂടുതൽ അമലുകൾ ചെയ്ത് ആ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതവനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് സംഭവിക്കാതിരിക്കില്ല എന്ന് ഉറച്ച കേസാണ്. നമുക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പാവപ്പെട്ടവരായ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. ഏത് രാവാണെന്നൊന്നും ചിലപ്പം മനസ്സിലായില്ല എന്ന് വരും. മനസ്സിലാകുന്ന മഹാന്മാരുണ്ട്. മനസ്സിലായാലും ഇല്ലെങ്കിലും അതിൻ്റെ ഫളീലത്ത് നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്ത് വേണം? ഓരോ രാത്രിയും നമ്മൾ ഇബാദത്തിൽ ധന്യമാവണം. ഇപ്പോൾ വളരെ സങ്കടമുള്ളൊരു വിഷയം, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആളുകളൊക്കെ ടൗണുകളിൽ അലയുകയാണ് പെരുന്നാൾ പർച്ചേസിന് വേണ്ടി. അന്യാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി കൂടിക്കലർന്നു. എന്താണ് തിരക്ക്! ഇതുവരെ അതൊന്നും വാങ്ങി വെക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവില്ല. പെരുന്നാൾക്ക് ആ സമയമാകുമ്പോഴേ പെരുന്നാൾക്കുള്ളത് കിട്ടുള്ളൂ. ആ സൈസ് അപ്പോഴേ പുതിയ ഐറ്റം ഇറങ്ങുള്ളൂ എന്നുള്ള നിലക്ക് അതിനു വേണ്ടി തിരക്ക് കൂട്ടുന്ന, പർച്ചേസിന് വേണ്ടി ഓടി നടക്കുന്ന മുഅ്മിനീങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സങ്കടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദറിൻ്റെ മഹാത്മ്യം
അതിൻ്റെ ഖൈറുകൾ ഒരാൾക്ക് തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, എല്ലാ ഖൈറുകളും അവനക്ക് തടയപ്പെട്ടു എന്നാണ്. പിന്നെ ഇനി ഒന്നുമില്ല ബാക്കി. അതിൻ്റെ മഹാത്മ്യം ഒരാൾക്ക് ലഭിച്ചില്ലെങ്കിൽ എല്ലാ ഖൈറും അവനക്ക് തടയപ്പെട്ടു. സഹോദരങ്ങൾ, അതുകൊണ്ട് ഇനി നമ്മൾക്ക് വളരെ കുറഞ്ഞ ദിവസം 3-4 ഇങ്ങനെ ഉള്ളൊരവസ്ഥയിലാണുള്ളത്. അപ്പം അത്ര ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പം തന്നെ ചില ആളുകൾ റമദാൻ ഖലാസ്, റമദാൻ ഖലാസ് എന്നും പറഞ്ഞാണ്ട് പിന്നെ യാതൊരു മെയിൻറ്റെയിൻ ചെയ്യാതെ നടക്കുകയാണ്. അതൊന്നാണ്ട് പോയി കിട്ടിയെങ്കിൽ വേണ്ടിയില്ല എന്നുള്ള ആ സന്തോഷത്തിൽ. ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ റമദാൻ അത് ഇനി ഇവിടെ നീണ്ടു നിൽക്കണം എന്ന ആഗ്രഹമാണ് വേണ്ടത്. വിട പറയുന്നതിൽ വേദനയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥ മൂമിനിൻ്റെ അവസ്ഥ. അങ്ങനെയാവണം ഒരു മൂമിനിൻ്റെ അവസ്ഥ. റമദാൻ മാസം വിട പറയുന്നതിലുള്ള വേദന, ഇത് അതിന് പകരം എന്താ ഉള്ളത്? അൽഹംദുലില്ലാ, അതാണ് പോയി കിട്ടിയ സന്തോഷമായല്ലോ. ഇഷ്ടം ഇഷ്ടം തൊന്നും കുടിക്കുകയൊക്കെ ചെയ്യാലോ, കൂത്താടാലോ എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ നീങ്ങിയാൽ പിന്നെ എന്താണ് ഈ റമദാൻ നമ്മൾ നേടിയെടുത്തത് സഹോദരങ്ങളെ? എന്ത് തഖ്വയാണ് നമുക്കുണ്ടായതിപ്പോൾ എന്ന് നമ്മൾ വിലയിരുത്തണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ലൈലത്തുൽ ഖദറിനെ മാത്രം പറയാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഖദർ എന്നാണ്. അതിനെപ്പറ്റി മാത്രമാണ് പ്രതിപാദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. തീർച്ചയായും നാം ഖുർആനിനെ ഇറക്കി, ലൈലത്തുൽ ഖദറിൽ ഇറക്കി. ഖദറിൻ്റെ രാത്രിയിലാണ് ഇറക്കിയത്. മറ്റൊരിടത്ത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ഇപ്പം റമദാനിലാണ് ലൈലത്തുൽ ഖദർ. അപ്പോൾ ലൈലത്തുൽ ഖദർ ഇറക്കിയാൽ എന്ന് പറഞ്ഞാൽ റമദാനിലെ ലൈലത്തുൽ ഖദറിൽ ഇറക്കി. എന്നിട്ട് അള്ളാഹു പറയുന്നു വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് തിരിഞ്ഞിക്കണം നമുക്ക്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഒരൊറ്റ രാവ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരൊറ്റ രാവ് 1000 മാസത്തേക്കാൾ ഖൈറാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലം 4 മാസം. അത്രയും കാലാവധി ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ കൂലി കിട്ടുന്ന ഒരൊറ്റ രാവ്. ആ ഒറ്റ രാവിൽ നമ്മൾ എന്ത് അമൽ ചെയ്താലും 83 ചില്ലാം കൊല്ലം ഇബാദത്തെടുക്കുന്നതിനേക്കാൾ ഖൈറാണ്. അതുപോലെയാണെന്നും കൂടിയല്ല പറഞ്ഞത്, അതിനേക്കാണ് ഖൈറാണ്. അപ്പം അന്നൊരു തറാവീഹ് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ അന്നൊരു തസ്ബീഹ് നിസ്കരിച്ചാൽ, അന്നൊരു ദിക്ർ ചൊല്ലിയാൽ, അന്നൊരു സ്വലാത്ത് ചൊല്ലിയാൽ, അന്ന് കുറച്ച് ഖുർആൻ ഓതിയാൽ, അന്നൊരു സദഖ ചെയ്താൽ, എന്ത് അമൽ ചെയ്താലും അതെനിക്ക് 83 ചില്ലാം കൊല്ലം അമൽ ചെയ്തതിനേക്കാണ് കൂലിയാണ്. ഇത് പരിശുദ്ധ ഖുർആനാണ്, നിഷേധിക്കാൻ കഴിയില്ല ആർക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞതാണ്. ഇവിടെ
3 പ്രാവശ്യം ലൈലത്തുൽ ഖദ്ർ എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ 2, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ 3. ഇങ്ങനെ 3 പ്രാവശ്യം ലൈലത്തുൽ ഖദ്ർ ആവർത്തിച്ചു വന്നു. അവിടെ ലൈലത്തുൽ ഖദ്ർ എന്ന വാക്കിൽ, ആ വാക്കിൽ 9 അക്ഷരമുണ്ട്. അപ്പോൾ 9 3 കൂട്ടിയാൽ 3 27. അങ്ങനെയാണ് 27ൻ്റെ അന്നാണ് കൂടുതൽ സാധ്യത എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിലേക്കുള്ള സൂചനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖണ്ഡിതമായി പറഞ്ഞതല്ല, അത് സൂചിപ്പിക്കുന്നത് 27ാം രാവിൻ്റെ അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകളും റൂഹും ആ രാത്രിയിൽ ഇറങ്ങും. സ്പെഷ്യലായിട്ട് ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങാൻ ഭൂമിയിലെ ചരൽക്കല്ലുകളുടെ എണ്ണം കണ്ട് മലക്കുണ്ടാവുന്ന പറഞ്ഞത്. ഇപ്പം എത്രയാണ് ഉണ്ടാകുക ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഭൂമിയുടെ ചരൽക്കല്ലുകൾ, ഭൂമി തന്നെ എത്ര വിശാലമാണ്. ആ വിശാലമായ ഭൂമിയുടെ ചരൽക്കല്ലുകളുടെ എണ്ണം കണ്ട് മലക്കുകൾ അന്നത്തെ രാത്രി സ്പെഷ്യലായിട്ട് ഇറങ്ങി വരും. ആ കൂട്ടത്തിൽ ക്യാപ്റ്റനായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കുമുണ്ടാകും. മിൻ കുല്ലി അംറിൻ, എല്ലാ റബ്ബിൻ്റെ ബീദിനി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. റബ്ബിൻ്റെ അനുമതിയോടുകൂടിയാണ് വരുന്നത്. റബ്ബിൻ്റെ ഓർഡർ പ്രകാരമാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത്. അവരോട് അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. എന്നിട്ട് ഇവരെ ഡ്യൂട്ടി എന്താണ്? ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ വന്നിട്ട് ആ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ പോയി സല്ലമാക്കും. അവരുടെ ദുആക്ക് ആമീൻ പറയും. അവർ ദിക്ർ ചെല്ലുന്നുണ്ടെങ്കിൽ ആ സദസ്സിൽ പങ്കെടുക്കും. അവരെ മുസാഫഹത്ത് ചെയ്യും. ഇങ്ങനെ ഏതുവരെ? ഫജ്ർ സാദിക്ക് വെളിവാകുന്നത് വരെ. ഫജ്ർ സാദിക്ക് വെളിവായിക്കഴിഞ്ഞാൽ, സുബ്ഹി ആയിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, ഓ മലക്കുകളെ, അർ റഹീൽ അർ റഹീൽ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് പോവാറായി. അപ്പം മലക്കുകൾ ക്യാപ്റ്റനോട് ചോദിക്കും, അല്ല, ഫമാ സനഅല്ലാഹു ഫി ഹവായിജിൽ മുഅ്മിനീന മിൻ ഉമ്മത്തി അഹ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് അല്ലാഹു തആല നിറവേറ്റി കൊടുത്തത്? ഫയഖൂലു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, നദറല്ലാഹു ഇലൈഹിം ഫി ഹാദിഹിൽ ലൈല ഫഅഫാ അൻഹും വഗഫറ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കും. ഫഅഫാ, കാരുണ്യത്തിന് നോട്ടം നോക്കിയിരിക്കുന്നു. ഫഅഫാ അൻഹും വഗഫറ ലഹും, അവർക്ക് അല്ലാഹു തആല മാഫ് ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇല്ലാ അർബഅ, 4 കൂട്ടരൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഹാബത്ത് പറയുന്നു, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ 4 കൂട്ടരാരാ? ഖാല റജുലുൻ മുദ്മിനു ഖംർ, മയക്ക് മരുന്നിൻ്റെ അടിമ, കള്ളിൻ്റെ അടിമയായ ആള്, കള്ള് കുടിക്കുന്നവൻ.
അവനെന്ത് ലൈലത്തുൽ ഖദ്റ? എങ്ങനെ അവനക്ക് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം കിട്ടുക? അവനെ ആ ഖൈറിനെ തൊട്ട് തടയും. പിന്നെ ആഖുല്ലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവനും അവരെ വെറുപ്പിച്ചവരും അവരെ തൃപ്തി സമ്പാദിക്കാത്തവനും, മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിക്കാത്ത, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, വെറുപ്പിച്ചവർ, അവർക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ മഹാത്മ്യം ലഭിക്കൂല. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം കിട്ടിയിട്ട് സ്വർഗത്തേക്ക് പോകാനുള്ളതാണല്ലോ. അതിനാണല്ലോ ഇപ്പോൾ ഈ മഹത്വം കിട്ടുന്നത്. പുറത്ത് അള്ളാഹു മാഫാക്കി പുറത്ത് വന്നാൽ പിന്നെ എവിടേക്കാണ് പോകേണ്ടത്? സ്വർഗത്തേക്കാണ് പോകേണ്ടത്. സ്വർഗത്തേക്ക് എങ്ങനെ പോവുക? മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ സ്വർഗത്തിൽ പോവോ? അതില്ല. അപ്പം അവരെ പൊരുത്തം സമ്പാദിച്ചെങ്കിലേ ഉള്ളൂ. വരിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹിൻ്റെ പൊരുത്തം കെടുക്കുന്നത്. പിന്നെ കുടുംബബന്ധം മുറിച്ച ആളുകൾ, എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ കുടുംബബന്ധങ്ങൾ മുറിച്ചവർ, കുടുംബങ്ങളുമായി ബന്ധം ചേർക്കുകയാണ് വേണ്ടത്. ആ ചേർക്കുന്നതിന് പകരം കുടുംബബന്ധം മുറിച്ച ആളുകൾ, അവർക്കും ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ മഹാത്മ്യം ലഭിക്കുകയില്ല. അന്നത്തെ രാത്രി ആഫവും പൊറുക്കപ്പെടലൊന്നും അവർക്കൊന്നും കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലെ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്ത് കടക്കൂല. ഇപ്പം ലൈലത്തുൽ ഖദ്റൊക്കെ കിട്ടിയാൽ ഇപ്പം എന്താണ്? സ്വർഗത്ത് പോകാനല്ലേ. അതിനിപ്പോൾ സ്വർഗത്ത് പോകില്ലാന്ന്. പിന്നെ പറയുന്നത് മുഷാഹിനാണ്. നാലാമത് പറഞ്ഞത് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമുമായി പിണങ്ങി നിൽക്കുന്നവൻ. മറ്റിപ്പോൾ കുടുംബങ്ങളുമായുള്ള തർക്കമാണ് പറഞ്ഞത്. ഇതല്ല, മറ്റ് സഹോദരന്മാരും മുസ്ലിമീങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ദീനിൻ്റെ വിഷയത്തിലല്ല മറ്റ് വിഷയങ്ങളിൽ, ദുനിയാവിൻ്റെ വിഷയത്തിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അവരാ പണക്കം മാറി വന്നെങ്കിൽ അള്ളാഹു തആല പുറത്തു കൊടുക്കും. അവരെ നന്നായാൽ. അല്ലെങ്കിലോ അവർക്ക് ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ മഹാത്മ്യമൊന്നും ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്റിൻ്റെ മഹാത്മ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്റിനെ ഒടുവിലെ 10 പ്രതീക്ഷിച്ചത് മുതൽ ഞങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ട് കഴിയുന്നവരാണ് റബ്ബേ. അതിൻ്റെ ഖൈറാത്തുകൾ ഞങ്ങൾക്ക് നീ തടയല്ല അല്ലാഹ്. അതിൻ്റെ ഖൈറാത്തുകൾ ഞങ്ങൾക്ക് നീ തടയരുതേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അതുകൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, മറ്റേ അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തട്ടിക്കളഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേറെ ആളില്ല റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, നിൻ്റെ മഗ്ഫിറത്തിനും മാഫിനും അഫ്വിനൊക്കെ അതിനൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, നീ പുറത്തു തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മാസം വിട പറയുന്നതോടുകൂടി ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. നല്ല മനുഷ്യനാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ സ്വഭാവങ്ങളിൽ നീ നന്നാക്കണേ അല്ലാഹ്. റബ്ബേ, അമലുസ്സാലിഹ് ചെയ്യാനുള്ള തൗഫീഖ് നീ ഏറ്റി തരണേ അല്ലാഹ്. തഖ്വക്ക് വേണ്ടിയിട്ടാണല്ലോ റബ്ബേ നോമ്പ് ഫർദാക്കിയത്. ഞങ്ങളുടെ തഖ്വയിൽ നീ വർദ്ധനവ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദരന്മാരും മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും റബ്ബേ
നീ ബർസഖിയായി നിന്ന് സന്തോഷത്തിലാക്കണേ അല്ലാ. എൻ്റെ മഗ്ഫിറത്തും അഫുവും നീ അവർക്ക് ഏറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ, അവരെ ഖബറിനകത്ത് എന്താവസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ, നിനക്ക് നന്നായി അറിയാമല്ലോ റബ്ബേ. റബ്ബേ, അവർ വല്ല വിഷമത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ സലാമത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഗൾഫ് നാടുകളിലെ പ്രതിസന്ധികൾ റബ്ബേ നീ പെട്ടെന്ന് നീക്കണേ അല്ലാ. സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാ. സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാ. റബ്ബേ, ഈ നാട്ടിനെയും മറ്റു മുസ്ലിം രാജ്യങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും നാട്ടുകാരെയും എല്ലാവിധ ആപത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. നരകമോചിതര കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.